തിരുവനന്തപുരം പാറശാല പരശുവയ്ക്കലിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നുവെന്ന് ഷെവീദ് റാവുത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. മറുവശത്തേക്ക് കടക്കവേ ബൈക്ക് യാത്രികനെ ഇടിച്ച് തെറിപ്പിക്കുന്ന ദൃശ്യങ്ങൾ 24-ന് കിട്ടി. ബൈക്ക് യാത്രികൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടുവെന്നും ഷെവീദിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഷെവീദ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അതിനുമുമ്പ് സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആ ദൃശ്യം കാണാം. അയാളെ എങ്ങനെയാണ് ഈ ഇടിച്ച് തെറിപ്പിച്ചത് എന്ന് കണ്ടില്ലേ? അതാണ് ഏറ്റവും വലിയ അപകടം. പാഞ്ഞു പോകുന്ന ആംബുലൻസാണ് ഈ അപകടം ഉണ്ടാക്കിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഷെവീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുകയാണ്. ഷെവീദ്, വിശദാംശങ്ങൾ. സംസ്ഥാന അതിർത്തിയായ പാറശാല പരശുവയ്ക്കലിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി തുടരുന്ന അപകടങ്ങളോട് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇക്കാണുന്നത്. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമൊക്കെ കാരണമായി പറയുമെങ്കിൽ പോലും ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഇതുവരെയും അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ സംപ്രേഷണം ചെയ്യുന്ന ആ ദൃശ്യങ്ങളിലുണ്ട്. അതായത് തമിഴ്നാട് ഭാഗത്ത് നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി വരികയായിരുന്നു ആംബുലൻസ്. ആ ആംബുലൻസ് ആണ് മറുവശത്തേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. ക്രോസ് ചെയ്ത് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ നിൽക്കുകയായിരുന്ന ബൈക്ക് യാത്രികനെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തെ ഈ അപകടത്തിൽപ്പെട്ടയാളെ റോഡിൽ കൂടി വലിച്ചിഴച്ചെങ്കിലും അദ്ദേഹത്തിന് തലനാടിരിക്ക് ജീവൻ തിരിച്ചു കിട്ടി. ഇതേ സ്ഥലത്ത് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വയോധികയ്ക്ക് ജീവൻ നഷ്ടമായിരുന്നു അപകടത്തിൽ. പക്ഷേ എന്നിട്ടും ഇക്കാര്യത്തിൽ ഈ അശാസ്ത്രീയത അടക്കമുള്ള കാര്യങ്ങൾ മറികടക്കാൻ സംവിധാനം ഉണ്ടാക്കുന്നില്ല എന്നുള്ള നാട്ടുകാരുടെ പരാതി ശക്തമാണ്. ഏതായാലും ആ ദൃശ്യങ്ങൾ അത് ഞെട്ടിക്കുന്നതാണ്. ഇതേ രീതിയിൽ ഏതാണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 12ഓളം അപകടങ്ങൾ ഈ പോലീസിന്റെ ഈ CCTVയിൽ തന്നെ കുടുങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കിട്ടിയിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടും അപകടങ്ങൾ കുറയുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. താങ്ക് യു. ഷെവീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.